ഹലോ ഗൈസ്, നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവർ തരുന്ന വെറും $250 തരും സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, നമ്മളിത് വെച്ചിട്ട് മെയിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലുമുള്ള 4 ഇത് കണ്ടോ, ഈ 4 ഓപ്ഷൻസ് കാണുന്നില്ലേ മാപ്പിൻ്റെ അടുത്ത്, അതെടുക്കാം. എന്നിട്ട് ഈ അതിൻ്റെ ലാസ്റ്റ് ടോപ്പിൽ യെല്ലോയിൽ ടാസ്ക് കിട്ടും, അത് വേണ്ട. അത് ന്യൂ കമ്മർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. ആദ്യം കുറച്ച് പൈസ നല്ല രീതിക്ക് ഉണ്ടാക്കുക, അതാ മെയിനായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം. അതായത് ഇതുപോലെ കുറച്ച് ടാസ്ക് ഇവിടെ ഉണ്ട്, ന്യൂ കമ്മർ ക്വസ്റ്റ്യൻ ഉണ്ട്, അടുത്ത് ജനറൽ ക്വസ്റ്റ്യൻ ഇതുണ്ട്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. കണ്ട് ഇതൊക്കെ 30,000 എന്നൊക്കെ കിട്ടും. ഇത് കുറച്ച് എക്സ്പീരിയൻസ് കൂടെ കിട്ടും, മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് ഡെയിലി ഇതൊക്കെ ചെയ്താൽ മതി. ഉണ്ട്, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക, അടുത്ത മൈൻഡിൽ പോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക, അതായത് ഇത് മൈൻഡിൽ പോയിട്ട് ജോലി, അതൊക്കെ ഞാൻ കാണിക്കും. ഓക്കെ, ഉണ്ട്, ബസ് ഡ്രൈവർ ചെയ്യുക, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ആദ്യം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പം സിമ്പിളായിട്ടുള്ള കാര്യം നോക്കാം. അതിനാദ്യം ചെയ്യാനുള്ള റെൻ്റ് സ്കൂട്ടർ എടുക്കാം. ഒരു സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് $2,000 കിട്ടും. ഓക്കെ, അപ്പോൾ റെൻ്റ് സ്കൂട്ടർ ഇവിടെ അടുത്ത് എവിടെ ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെൻ്റ് സ്കൂട്ടറിനുള്ള സ്ഥലത്തേക്ക് ഇതിൽ മാപ്പിൽ അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഈ അടുത്ത് ഇതാ കാണുന്നതാണ് ഷവർമ. ഇത് ന്യൂ കമറിന് മാത്രമേ ഉള്ളൂ ഷവർമ വാങ്ങിക്കാൻ പറ്റും ഇവിടെ നിന്ന്, അതായത് ഹെൽത്തിന് വേണ്ടിയിട്ട്. ആ ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ, പക്ഷേ ഇപ്പോൾ നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങുന്നില്ല. അത് വാങ്ങണം കേട്ടോ. അത് വാങ്ങി വെച്ചാൽ ഹെൽത്ത് ഇവിടെ നോക്കാം, മനസ്സിലായില്ലേ. ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കണ്ടോ സർക്കിളിനകത്ത് കാണുന്ന മേപ്പ, അതിൻ്റെ ചുറ്റും കാണുന്ന റെഡ് ഉണ്ടല്ലേ, റൈറ്റ് സൈഡിൽ കാണുന്ന റൗണ്ടിന് അത് നമ്മുടെ ഹെൽത്ത്, അതാണ് നമ്മുടെ ഹെൽത്ത്. ഓക്കെ, അത് കുറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് കുറയുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അടുത്ത് മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ മാപ്പ് സൂം ഔട്ട് ചെയ്യാം. ഇത്രയും വലിയൊരു മാപ്പുണ്ട്, ഇത്രയും സ്ഥലത്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത് സ്റ്റാർട്ടർ ജോബ്സ് ഉണ്ട് ഗൈസ്, അത് നമുക്ക് ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ അതെടുത്തിട്ട് ഈ നാവിഗേറ്റർ എന്നുള്ളത് കണ്ടോ, നാവിഗേറ്ററിൽ കണ്ടോ 7th ഒരെണ്ണം കണ്ടോ, സ്റ്റാർട്ടർ ജോബ്സ്, അതെടുക്കുമ്പോൾ ഇതിലെല്ലാം ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ബട്ട് കറണ്ട് നമുക്ക് ആദ്യം ഒരു സ്കൂട്ടർ ഒപ്പിക്കാനുള്ളത് നോക്കാം. കാര്യം എന്നാലേ $2,000 കിട്ടത്തുള്ളൂ. അത് എവിടെ പോകണമെന്ന് എനിക്ക് നോക്കട്ടെ ഗൈസ്, നോക്കാം. തന്നെ ഇതുണ്ട്, ഇത് റെസ്റ്റോറൻറ്റ്. ഇവിടെ നമുക്കിപ്പോൾ കയറാൻ പോലും പറ്റില്ല. $2,700 വേണം അകത്ത് കയറണം കിട്ടുന്നത്. അതായത് കുറച്ച് സമയം എടുക്കും നമ്മൾ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് സ്കൂട്ടർ എടുക്കാം എളുപ്പത്തിന്. ഇപ്പോൾ ഇവിടെ അടുത്ത് എന്താ ഉള്ളത്, സ്കൂട്ടർ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ കയറി ഇവിടെയൊക്കെ വരാൻ കേട്ടോ. അടുത്ത് പോകേണ്ട ഒരു സ്ഥലത്ത് ബസ്സിൽ ഇത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പ് കാണിച്ചാൽ ആ ബസ് സ്റ്റോപ്പ് ഇതോ കാണുന്ന ബ്ലൂ ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിലാണ് നിന്നത്, അപ്പോൾ അത് പറയാൻ പറഞ്ഞത് വിട്ടുപോയത്. ഓക്കെ, ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഡിപ്പോ. അവിടെ നിൽക്കുവാണെങ്കിൽ ബസ് വരും. നമുക്ക് അപ്പോൾ ബസ്സിൽ കയറിയിട്ട് പോകാൻ പറ്റും. ബസ്സിൽ കയറിയിട്ട് നമുക്ക് തോന്നുന്ന പോലെ പോകാനും പറ്റില്ല, ആവശ്യമുള്ളിടത്തൊക്കെ പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും നമുക്കില്ല. റെസ്റ്റോറൻറ്റ് ഉണ്ടോ, കാറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, കുറച്ച് സമയം എടുക്കും. ഇവിടെ സാധനം വിൽക്കാൻ പറ്റും. അത് എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സാധനം കിട്ടും. എന്താ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ വിൽക്കാനാണ് പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഇതില്ല, നമ്മൾ ന്യൂ കമറല്ലേ, നമുക്കത് പിന്നെ ലാസ്റ്റ് ആവശ്യമുള്ളപ്പോൾ സംസാരിക്കാം. ഗൈസ്, ഇതാണ് ഗവൺമെൻറ് ഹൗസാണ്. ഈ കാണുന്നതാണ് ഗവൺമെൻറ് ഹൗസ്. ഇവിടെ പോയാൽ നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാസ്പോർട്ട് എടുക്കാൻ ആദ്യം കാണിക്കാം. അപ്പോൾ പാസ്പോർട്ട് പൈസ ഉണ്ടോയെന്നറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇതല്ല കേട്ടോ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട്, യഥാർത്ഥ അക്കൗണ്ടിൻ്റെ പേര് സാത്താൻ സേവറാണ് ഗൈസ്. ഇതിലാ ലെഫ്റ്റ് സൈഡ് ഉണ്ടോ, ലെഫ്റ്റ് സൈഡ് പോയാൽ നമുക്ക് ഗണ്ണിൻ്റെ ലൈസൻസ് എടുക്കാൻ പറ്റും. അതായത് നമ്മളത് ഒബീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്, അതെടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. പാസ്പോർട്ടിന് ഇവിടെ നിന്നാൽ മതി. 2 മിനിറ്റ് ഇവിടെ നിൽക്കാം. ടോപ്പ് കൊടുക്കാം. യു ഓൾറെഡി ഹാവ് പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് നേരത്തെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് അടുത്തതിലോട്ട് പോകാം. എൻ്റെ വണ്ടികളുണ്ടോ, നമുക്ക് കയറാൻ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ലോക്കാണ് വണ്ടിയെല്ലാം, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം കേസ്. ഇതൊന്നും വലിയ അത്ര ഒരു കാര്യമുള്ള കാര്യമല്ല വണ്ടി വാങ്ങിക്കുന്നത്. പിന്നെ ഇതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ കളിക്കുവാണെങ്കിൽ കാസിനോയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് കാസിനോയിൽ ഒരു വീലുണ്ട്, അതിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അതായത് നമുക്ക് അതിൻ്റെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. നമ്മൾ എത്ര ദിവസത്തിലൊരെണ്ണം തോന്നും, ദിവസത്തിലൊരെണ്ണമാണോ അതോ മണിക്കൂറിനാണോ, കളിക്കുന്നതിനനുസരിച്ചാണോ തരുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 2 ദിവസം കളിക്കുമ്പോൾ 2-3 എണ്ണം കിട്ടാറുണ്ട്. അത് കിട്ടുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്
ഇത് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അവിടെ പോയി കറക്കാൻ പറ്റും. അതിൽ നമുക്ക് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റും, പിന്നെ കാറ് കിട്ടും, ഫ്രീ ആയിട്ട് കാറ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 3 കാറുണ്ട്. 3 കാറിൽ അത് മറ്റേ അക്കൗണ്ടിൽ 3 കാറുണ്ട്. അതിൽ 2 എണ്ണം എനിക്ക് അതിൽ കിട്ടിയതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരെണ്ണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത്, ഇപ്പോൾ ഒരെണ്ണം വാങ്ങി ഈ ഇടയ്ക്ക്. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ സ്കൂട്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻസാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് ക്ലോത്തിങ് സ്റ്റോറാണ്. ഇവിടെ പോയി നമുക്ക് ക്ലോത്ത് മാറാനേ പറ്റും. പക്ഷേ ഇതിനകത്തോട്ട് കയറി ഞാൻ എൻട്രി ഫീ ഉണ്ട്, മനസ്സിലായില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, സ്കൂട്ടി നമുക്ക് 2000 എടുത്ത് കാണിക്കാൻ. നമുക്ക് പോലെ ഫസ്റ്റ് ജോലിക്ക് നോക്കാം, സ്റ്റാർട്ടർ ജോലി നോക്കാം. അതിനായി മൈൻഡിലോട്ട് പോവാം. മൈൻഡിൽ ഓക്കെ, എന്താ അവൈലബിൾ. മൈൻഡിൽ എത്ര ദൂരമുണ്ട്? അടുത്താ. നമുക്കപ്പോൾ മൈൻഡിൽ പോകാം ഗൈസ്, അതാണ് ഏറ്റവും. മൈൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പൈസ കിട്ടും. പിന്നെ മൈൻഡിൽ പോയി അവിടെ സ്കൂട്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, മറന്നുപോയി. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റാണ്, ഇതൊക്കെ ഓരോരുത്തരുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതെല്ലാം ഈ കാണുന്നല്ല അപ്പാർട്ട്മെൻറ്റാണ്, നമുക്ക് എൻട്രി ഇല്ല. അതായത് ഇവിടെ ഫാമിലി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മറ്റേ ടി വി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ടി വി കെ വി മറ്റേ MG3 അങ്ങനത്തെ ഗ്യാങ്ങല്ല, ബെല്ലാരി ഡയസ് അങ്ങനത്തെ ഗ്യാങ്ങല്ല, അതുപോലത്തെയാണ് ഫാമിലി. അതിന് ഫാമിലി എന്ന് പറയുന്നത്, ഗ്യാങ് എന്ന് പറയത്തില്ല. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഫാമിലി ഉണ്ട് ഇവിടെ. അത് ഫാമിലി നമ്മൾ ചേരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ പറ്റും, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നോക്കാം. അപ്പോൾ ഇതിൽ വേറെ ഇതില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് ഒരു ഇതുപോലത്തെ സാധനമാണ്. ഇത് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, ഇവിടുന്ന് പാഴ്സലാണ്. അതായത് നമുക്ക് വിൽക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ള സാധനം ഇതിനകത്ത് വിൽക്കാനിടാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മൈ ലോട്ട്സ് എന്നുള്ളതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാതെ കാണിക്കാം. ഇതൊക്കെ ഇനി ക്ലോത്തിങ് സ്റ്റോറിൽ പോയി ഇത്ര വിലയില്ലെന്ന് തോന്നുന്നു. ഈ കാണുന്ന സ്കിന്നില്ല, ഇതെല്ലാം സ്കിന്നുകളാണ്. ഉണ്ടോ, ഇത് സ്കിന്ന്, ആക്സസറീസ് ഉണ്ട്, അതുണ്ടാവും. മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കാണില്ലെന്നാണ് കാണിക്കുന്നത്. 3 സെക്കൻഡ് നേരത്തേക്ക്. റോപ്പുണ്ട്, മെഡിക്കൽ കിറ്റ് ഉണ്ട്, ബാഗുണ്ട്, ഗ്യാസറുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ഡോഗ് സ്റ്റിക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് ആദ്യം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയാണ് ആവശ്യം. എല്ലാവരും പൈസ കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റോപ്പ് അതല്ല, നിയർ ബൈ ലൊക്കേഷൻസിലും അങ്ങനത്തെ ഓപ്ഷൻസ് വരെ കൊടുത്തിട്ടുണ്ട്. ATM ഉണ്ട്, ഗ്രാൻഡ് ഷവർമയുണ്ട്, ഗ്യാസ് സ്റ്റേഷനുണ്ട്, 24 സ്റ്റോറുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും ഒരു ആഡ് ചെയ്തിട്ടില്ല അതിലൊന്നും ഒരു ഉപയോഗമില്ല. ഈ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ബസ് സ്റ്റേഷൻസാണ്. അല്ലാണ്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ടൊന്നുമില്ല ഗൈസ്, അതാ പ്രശ്നം. അപ്പോൾ നമുക്ക് മെയിൻ മിസ്സായിപ്പോയി ഗൈസ്, മെയിൻ നമുക്ക് ആഡ് ചെയ്യാം ഗൈസ്. പിന്നെ എനിക്ക് ലൈവിൽ ചെയ്യണമെന്നുള്ള ഇതെല്ലാം സംഭവം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽപ്പ് അത്യാവശ്യമാണ്. നിങ്ങളതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, ഞാനപ്പോൾ ലൈവിൽ വന്നിരുന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇത് കുറച്ച് ടാസ്ക് അല്ലേ ഇങ്ങനെ സംസാരിക്കാം. മറ്റാണെങ്കിൽ ലൈവിൽ അത് മറ്റേതാക്കുമ്പോൾ എനിക്ക് മറ്റേ അക്കൗണ്ട് എടുത്ത് കാണിക്കാൻ പറ്റും. കാര്യം ഇതിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഇതിൽ ഇപ്പോൾ ആ അക്കൗണ്ട് കാണിച്ചാൽ ഒരു ഉപയോഗവും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രഷറായിട്ട് ഞാനും നിങ്ങളെപ്പോലെ ഇതാക്കുന്നതില്ല ബെറ്റർ. അപ്പോൾ നിങ്ങൾക്കൊരു ഇതായിരിക്കും കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫോണിലെല്ലാം കളിക്കുന്ന അടിപൊളി ഗെയിമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് അവർ കളിക്കത്തില്ലേ TV KV റോള് സെറ്റാണ്, അതുപോലെ സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഗൈസ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതൊക്കെ ഈ കാറിനെല്ലാം വെള്ള കളറിലാണ് കിട്ടത്തുള്ളൂ നമുക്ക് കിട്ടുമ്പോൾ. ഈ സ്കിന്നെല്ലാം വാങ്ങിക്കുന്നതാണ് ഈ കാണുന്നില്ലേ, റെഡിൽ ഇങ്ങനത്തെ തോക്കുണ്ടാ വെടിവെക്കുന്നുണ്ടോ അവിടെ ആൾക്കാർ. നമുക്ക് സ്ഥലം വിട്ടാൻ ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ചാവും. ഓക്കെ, അതുകൊണ്ട് ഇത് സെറ്റാക്കണോ കൊല്ലോ. അവിടെ വണ്ടി ഇടിച്ചു വന്നുണ്ടോ, ഇപ്പോൾ കണ്ടോ ഹെൽത്ത് കണ്ടോ കുറഞ്ഞത്. ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള സർക്കിളിൻ്റെ റെഡ് കണ്ടോ ഇപ്പോൾ കുറഞ്ഞ കണ്ടോ. അതാ ഇങ്ങനെ ഹെൽത്ത് കുറയും. ഹെൽത്ത് എപ്പോഴും നമ്മൾ നോക്കണം.
ഗൈസ് നമ്മളപ്പോൾ മൈനിലെത്തി കണ്ടില്ലേ, ഇതാണ് മൈൻ. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൈസ് അപ്പോൾ മൈനിലെത്തി. മൈനിൽ നമുക്ക് സ്കൂട്ടി എടുക്കാൻ പറ്റും. ഞാൻ ആ സ്കൂട്ടി എടുത്ത് കാണിക്കാം, എന്നിട്ട് 2000 കിട്ടുന്ന ആദ്യം കാണാം. ഓക്കെ, ആദ്യം കണ്ടെന്ന് വെച്ചാൽ എവിടെ പോയാലും ഇത് നോക്കാം. ഈ റെഡ് ഷർട്ട് ഇട്ട ഈ ഒരു ബിൽഡിംഗ് അല്ലേ, ഇതാ സ്കൂട്ടി എടുക്കുന്ന സ്ഥലം. ഇവിടെ പോയിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് ഹേവേ ടോക്ക് കൊടുക്കാം. അപ്പം ആ 100 രൂപയ്ക്ക് സ്കൂട്ടി തരാമെന്ന് പറയും റെൻറ്റിന്. വേണ്ട, സ്കൂട്ടി എടുത്തു. ഇപ്പോൾ എനിക്ക് 2000 എൻ്റെ ബാലൻസ് ഉണ്ടോ? എല്ലാ സർക്കിൾ നമ്മുടെ ഹെൽത്ത് നോക്കുന്നതിൻ്റെ താഴെ 2150 കണ്ടോ. ഇത് നമുക്ക് എടുത്തിട്ട് പോകാം. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ മൈൻഡിലെ വർക്കും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. മൈൻഡിലെ വർക്കും കൂടെ കാണിക്കാം നിങ്ങൾക്ക്, അതും കൂടെ ആകുമ്പോഴേ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ സ്കൂട്ടി കണ്ടല്ലോ, സ്കൂട്ടി തരുള്ളൂ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്കൂട്ടി നമുക്ക് എടുത്തിട്ട് പോകാം. ഇതിപ്പോൾ സ്കൂട്ടി പോകും, കാര്യം ഞാൻ മൈൻഡിൽ ജോലി കയറുമ്പോൾ ഇത് പോകും. ഓക്കെ, 100 പോയി, കുഴപ്പമില്ല, പോട്ടെ. എവിട്ടാക്കൊന്നുമില്ല. ഇതാ ഷവർമ. നമുക്കൊരു ഷവർമ വാങ്ങിച്ച് വയ്ക്കാം, കാര്യം വിശക്ക് മീൻസ് ഹെൽത്ത് പോകും. 200 രൂപ പോയി. അപ്പോൾ ഹെൽത്ത് നമുക്ക് മൈൻഡിൽ പോയിട്ട് എങ്ങനെ ജോലി ചെയ്യാൻ നോക്കാം. മൈൻഡിൽ പോയിട്ട് ഗൈസ് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടാലും എവിടെ നിന്നിട്ടാലും അവിടെ വണ്ടിയുള്ള ആരെങ്കിലും വെഹിക്കിളുള്ള ആരെടുത്തെങ്കിലും പോയിട്ട് ഹെൽപ്പ് ചോദിച്ചാൽ അവർ ചിലർ കൊണ്ടുവിടും. മിക്കവാറും പേര് കൊണ്ടാക്കി വിടും. ഒന്ന് മൈൻഡിലോട്ട് ആക്കി തരാൻ പറഞ്ഞ് ഇവിടെ ആക്കി തരും. ഓക്കെ, മലയാളികൾ ഒരുപാടുണ്ട് ഇതിൽ. മലയാളികൾ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുണ്ടല്ല, ഹിന്ദിക്കാരുണ്ട്, ലൈക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരടുത്ത് ആരടുത്തെങ്കിലും പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുവരെ ആക്കി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവിടും. ഒരുപാട് പ്രാവശ്യം ഞാനങ്ങനെ വന്നിട്ടുണ്ട്, അവർ കൊണ്ടാക്കി തരും. ഓക്കെ, അവരോട് ഹെൽപ്പ് ചോദിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ളത് ആദ്യം ഈ ബിൽഡിങ്ങില്ലേ, ഇതിലൂടെ ഇവിടെ ഉള്ളതിൽ റൈറ്റ് സൈഡിലുള്ള ഏറ്റവും ടോപ്പ് ബിൽഡിംഗ്, ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ വരുമ്പോൾ ആളുണ്ടോ, ചീഫ് മിനിസ്റ്റർ. അവിടെ ആളുടെ അടുത്ത് പോവാം, ഗെറ്റ് ദിസ് ജോബ് എന്നുള്ള ഓപ്ഷൻ വരും. ഇത്രയേ ഉള്ളൂ, യൂണിഫോമായി. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ട് എന്താ, നേരെ ആ കാണുന്ന റെഡ് പോയിൻ്റ് ഉണ്ടോ, നേരെ പോവാ മൈൻ വെയർ ഹൗസ്. മെയിൻ ഇവിടെ നിന്നാൽ മതി, ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് മെയിൻ. നമുക്ക് അവിടെ നിന്ന് സാധനം എടുത്തിട്ട് വരണം. അതിൻ്റെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. എന്താ ചെയ്യാം, നമ്മൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. നേരെ ഓടുക, ഹൈറ്റാച്ച് പോലത്തെ വണ്ടി കിടക്കുന്നുണ്ട്, ട്രാക്ടർ. അതിൻ്റെ നേരെ റെഡ് പോയിൻ്റ് പോവുക, ഇവിടെ നിൽക്കുക, ഇതിൽ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് വർക്ക് കൊടുക്കുക. ഇതിൽ മാറ്റി തൊടരുത് ഗൈസ്. ഈ പച്ച ഗ്രീൻ അടിച്ചിട്ടുള്ള മാത്രമേ തൊടാവൂ. മാറ്റി തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും മൊത്തം. എനിക്ക് നമ്മൾ ചാവും. ഓക്കെ, എനിക്ക് ഒന്നേ നിൽക്കേണ്ടി വരും. എന്നിട്ട് അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ ഈ സാധനം നമുക്ക് കിട്ടും. ഈ സാധനം കിട്ടിയിട്ട് നേരെ ഓടുക, എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വേറെ ഹൗസ് ഉണ്ട് അവരുടെ. ഇതിനകത്ത് തന്നെ എവിടെയെങ്കിലൊന്നും പോകണ്ട, പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വന്നിട്ട് തയ്യ പോയിൻ്റ് ഉണ്ട്, അതാണ് ഇവിടെ വേറെ. ഇവിടെ എത്രയും പോവുക. അപ്പോൾ കണ്ടോ, നമുക്ക് 28 കിലോഗ്രാം നമ്മളോട് ആഡ് ചെയ്ത് $84 നമുക്കതിൽ കിട്ടി. $84 കിട്ടി. ഇത്രയേ ഉള്ളൂ ജോലി. എന്നിട്ട് വീണ്ടും റിട്ടേൺ സെയിം സാധനം തന്നെ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് മൈനിൻ്റെ എന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ ടാസ്കിൽ, നമുക്ക് നോക്കാം. മിനിറ്റ് ഡെയിലി ടാസ്ക് ഇതിലില്ല. സിറ്റിസണായി 5000 $5000 നമ്മൾ സിറ്റിസണായി. ജോലിക്ക് കയറിയപ്പോൾ നമ്മൾ സിറ്റിസൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് $5000 കൂടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത അണ്ടർഗ്രൗണ്ട് ഇതാ മൈനർ ജോബ് ഗെറ്റ്, അത് മാത്രം ചെയ്താൽ മതി. അത് 200 കിലോ നമ്മളിത് പ്രോസസ്സ് ചെയ്യണം. അതായത് മറ്റേ ഞാൻ കാണിച്ചെന്നില്ലേ, ഇത്ര ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യണത്. മൈൻ്റെ വേറൊരെണ്ണം ഇവിടെ കണ്ടായിരുന്നു, അതാണ് നോക്കുന്ന കേസ്. ഒരു മിനിറ്റ്, ഇതാ കണ്ടോ, ഇതിലും ഉണ്ട് മൈൻ്റെ 30,000 രൂപ കിട്ടും നമുക്ക്. ഓക്കെ, ഇതിൽ മൈനുണ്ടോ നോക്കട്ടെ. ഇതിനും 1500 കിലോ എടുക്കണം. അത് വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, ഓടിപ്പോവുക. ഞാൻ കാണിച്ചു തരാം കേസ്, 200 ആക്കി കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പൈസ കിട്ടും. അതിൽ സെലക്ട് ചെയ്യുന്ന എടുക്കുക, വീണ്ടും ഇതെടുക്കുക, ഈ ഗ്രീനായിട്ടുള്ള മാത്രം തൊടുക. സംഭവം 51. എന്നിട്ട് നമ്മളിതവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്കത് എത്ര കിലോ ഉണ്ടെന്ന് കാണിക്കും. കിലോയ്ക്കാണ് കണക്ക്, മനസ്സിലായോ? നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഡയമണ്ട് പോലത്തെ സാധനമൊക്കെ കിട്ടും. ഡയമണ്ട് മീൻസ് ഇതല്ല, വേറെ നമ്മളുകൊണ്ട് വേറെ ദിവസം ആഡ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. നമുക്കത് വിൽക്കാനൊക്കെ പറ്റും. അത് നമുക്ക് ആവശ്യം വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഇത്ര ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 15 കിലോ, മനസ്സിലായോ? ഇപ്പോൾ 15 കിലോ, നേരത്തെ ഒരു 20 കിലോ ഇതായി. ഇപ്പം 37 കിലോ ആയി. ഇതിന് നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഒരു 200 കിലോ ആക്കുമ്പോൾ ഒരു 10-15 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ ഏതാണ്ട് 200 കിലോ ആകും കേസ്. ഞാനത് കാണിക്കും. 200 കിലോ ആകുമ്പോൾ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഇതുപോലെ എടുത്തിട്ട് അത് 200 ആക്കുക. 200 കിലോ ആക്കാം. ഇപ്പോൾ 200 കിലോ ആക്കുമ്പോൾ നമുക്ക് ന്യൂ കമ്മറിൻ്റെയൊക്കെ 2 ടാസ്ക് കംപ്ലീറ്റ് ആവും. നിങ്ങൾ നോക്കി കളിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് പൈസ കിട്ടും. കണ്ടോ, 11,000 രൂപയായി. എന്താ കാര്യമെന്ന് വെച്ചാൽ ടാസ്ക് കംപ്ലീറ്റ് ആയത്, വേറെ ഒന്നുമില്ല. കാണിച്ചില്ല. ആ ടാസ്ക് കംപ്ലീറ്റ് ആയി 5,000 രൂപ കിട്ടി. അടുത്ത് ജനറലുണ്ട്. ഓക്കെ, ജനറലുള്ളത് കംപ്ലീറ്റ് ആയി. അത് 5,000 രൂപ കിട്ടും. വേറെ അതൊന്നുമില്ല. നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ഒരു പണി ഇതിലില്ല. മനസ്സിലായോ?
അത് ഡെയിലി കസ്റ്ററുള്ളത് ഇത് 1500 കണ്ടോ മൈനിൽ നിന്ന്. ഇതുപോലെ ഓടി 1500 ഉണ്ടാക്കും. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ അടുത്തത് സിമ്പിളായിട്ടുണ്ടോ നമുക്ക് എൻഗേജ് ചെയ്യാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് യുവർ വെൽത്ത്. ബിസൈഡ്സ് യുവർ പാസ്പോർട്ട് യു മേ നീഡ് മെഡിക്കൽ കാർഡ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ടു ഗെറ്റ് എ ജോബ്. ഹോസ്പിറ്റലിൽ പോകണം. നമുക്ക് പുറത്തിറങ്ങിയിട്ടൊരു വണ്ടി വാടകയ്ക്ക് എടുക്കാം. നമുക്കിപ്പോൾ നിങ്ങളുടെ ഇത് മനസ്സിലായല്ലോ. ഇവിടെ എത്രയേ ഉള്ളൂ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എന്നിട്ട് മെഡിക്കൽ കാർഡ് എടുക്കാം. നമുക്കാദ്യം ജോലിയിൽ ക്വിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സാലറി അതിനുശേഷം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി എടുത്തിട്ട് തന്നെ തിരിച്ചു പോവുക. വേറെ ജോലി തിരിച്ചു വരിക, അതിലെടുത്ത് പോവുക, നിൽക്കുക, കിട്ടിയൊരു ജോബ് കൊടുക്കുക. അപ്പോൾ സാലറി ആഡ് ആയിട്ടുണ്ട് 690 രൂപ. നമ്മളൊരു 5-6 പ്രാവശ്യം ചെയ്താൽ അപ്പോൾ ഡോളർ ഇത്രയേ ഉള്ളൂ. നമ്മളത് നോക്കണ്ട. അത് ഒരുപാട് ജോലിയുണ്ട് ഇങ്ങനെ. എന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ട് പ്രൈവറ്റ് ടോക്ക് എടുക്കുക, വണ്ടി എടുക്കുക, കറങ്ങുക, നേരെ ഹോസ്പിറ്റലിൽ പോകാം ഗൈസ്.